മെയ് 4-ാം തീയതി 10 മണിയായപ്പോഴേക്കും എന്തൊരാവേശമായിരുന്നു UDF ക്യാമ്പിൽ. പക്ഷേ ആ ആവേശമൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ? 9 ദിവസമായില്ലേ? തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്നേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളോട് ട്രോളാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്ന് UDF നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പുറത്തിറങ്ങിയ ഉടനെ അടുത്തുള്ള സുഹൃത്ത് ചോദിക്കും, CM എവിടെ? മറുപടി വല്ലതും പറയാനുണ്ടോ? ദില്ലിയിൽ എന്തായാലും ഇന്ന് അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇനി വോട്ടർമാരെ കൂടി വിളിക്കുമോ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം. എന്തിനിങ്ങനെ പറയിപ്പിക്കുന്നുവെന്നാണ് നേതാക്കളോട് ചോദിക്കാനുള്ളത്. മണിക്കൂറുകൾക്കകം പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? മുതിർന്ന നേതാക്കളിലൊക്കെ ഭൂരിഭാഗം പേരും MLA-മാരുടെ പിന്തുണയും KC വേണുഗോപാലിനാണ്. അവസാനവട്ട ചർച്ചകളിലും KC വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് സൂചന. അതേസമയം മലബാറിലുണ്ടായ VD അനുകൂല തരംഗം പ്രിയങ്ക ഗാന്ധിക്കെതിരാകുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ജനവികാരം പരിഗണിക്കണമെന്നാണ് സോണിയയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാട്. ദില്ലിയിലെത്തിയ നേതാക്കളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ, MM ഹസൻ, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പിന്തുണ KCക്കാണ്. VDക്കൊപ്പം K മുരളീധരൻ മാത്രമാണ് നിലവിലുള്ളത്. PM സുധീരൻ RCO വീഡിയോ വരട്ടെ എന്ന പക്ഷക്കാരനാണ്. അടൂർ പ്രകാശ് KCO RCO വരുന്നെന്ന് പറയുന്നയാളാണ്. നോബൽ മാരിക്കാരനും ആറോഷുപാലും TV പ്രസാദും ചേരുന്നുണ്ട് തത്സമയം. ഈ വാർത്തയിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താപ്പകൽ റിപ്പോർട്ടർ ഏറെയും പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുക. കാരണം എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും വിവിധ പക്ഷക്കാരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള സൂചനകളും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട കൂടിയാലോചനകളുടെ തത്സമയ വിവരങ്ങളും റിപ്പോർട്ടർ TV അല്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു നോബൽ മാരിക്കാരൻ. ഗുഡ് മോർണിംഗ് നോബൽ. ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. നോബൽ മാരിക്കാരൻ, ഇന്നെങ്കിലും തേങ്ങ ഉടയ്ക്കുമോ ദില്ലിയിൽ എന്നുള്ളതാണ് ചോദ്യം. മുതിർന്ന നേതാക്കളൊക്കെ ദില്ലിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇതുവരെ പോയതുപോലല്ല. ലീഗ് അടക്കം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനത്തിനുള്ള സാധ്യതയുണ്ടോ നോബൽ മാരിക്കാരൻ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഇന്നെങ്കിലും ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. ആ ഉത്തരം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് മുതിർന്ന നേതാക്കളെയും വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെയും ദില്ലിക്ക് വിളിപ്പിച്ചുകൊണ്ട് തീരുമാനം ഹൈക്കമാൻഡ് എന്താണെങ്കിലും എടുത്തിരിക്കുന്നത്. ഈ ഫ്ലെക്സിലേതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പേരിന് തന്നെയാണ് ഇന്നും പ്രഥമ പരിഗണന എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം. കാരണം ഏകപക്ഷീയമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ജനവികാരം അത് വലിയ തരത്തിൽ ഹൈക്കമാൻഡിന്റെ മേൽ ഒരു പഴിയായി വരാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് MLA-മാർക്കൊപ്പം MP-മാർക്കൊപ്പം ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ കൂടി നിലപാട് ഇക്കാര്യത്തിൽ അറിയാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ KPCC അധ്യക്ഷന്മാരോട് ദില്ലിയിലേക്ക് എത്താൻ പറഞ്ഞത്. യുവാക്കളുടെ പ്രാതിനിധ്യം, യുവാക്കളുടെ നിലപാട് അറിയുന്നതിന്റെ ഭാഗമായാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിച്ച തീരുമാനം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ ഒരു 11 മണിയോടെയൊക്കെ ചർച്ചകൾ ഒരുപക്ഷെ ആരംഭിച്ചേക്കും എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ചർച്ചകൾ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലൊക്കെ ആണെങ്കിൽ പോലും നേരിട്ട് നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. അവരുടെ വാദങ്ങൾ അവർ കൃത്യമായി തന്നെ നിരത്തിയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിലും എത്തുന്ന നേതാക്കൾ അവർക്ക് ആരോടാണോ താല്പര്യം എന്ന കാര്യത്തിൽ തന്നെയായിരിക്കും അവരുടെ ഒരു നിലപാട് എന്താണെങ്കിലും പങ്കുവയ്ക്കാൻ പോകുക. ഭൂരിഭാഗം ആളുകളും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം നേതാക്കളുടെ ഒരു പട്ടിക അവർ മുൻപ് നടത്തിയ അവരുടെ പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇപ്പോഴത്തെ നേതാക്കളിൽ ഭൂരിഭാഗം പേരും, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരുമൊക്കെ KC വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കളാണ്. സ്വാഭാവികമായും KCക്ക് തന്നെയാണ് പിന്തുണ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് VD സതീശന് അനുകൂലമായി വലിയ ഒരു ജനവികാരം ഉണ്ടായിട്ടുണ്ട്. ആ ജനവികാരം പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധിയും വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ, MP-മാരുടെ പിന്തുണ, മുതിർന്ന നേതാക്കളുടെ പിന്തുണ എന്ന നിലയിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. അത്തരത്തിൽ എല്ലാ പിന്തുണയും KC വേണുഗോപാലിനാണ് എന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ അത്തരത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുക എന്നതാണ് ഇപ്പോൾ എന്താണെങ്കിലും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലബാറിൽ ഉണ്ടായിരിക്കുന്ന VD അനുകൂല തരംഗം പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയും എന്താണെങ്കിലും ഉണ്ട്. കാരണം ഇനിയിപ്പോൾ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് പ്രതിഫലിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക പ്രിയങ്കയും രാഹുലിനെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കളെ വിളിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ജനവികാരം മാനിക്കണമെന്ന് സോണിയാഗാന്ധി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതാണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് അല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ഈ തീരുമാനം എങ്ങനെ പ്രഖ്യാപിക്കുമെന്നതിനെ കുറിച്ചൊക്കെ ചെറിയ ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട് എന്നതും എടുത്തു പറയണം. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക സംഘടനാ ജനറൽ സെക്രട്ടറി എഴുതിയൊരു കുറിപ്പാണ് നൽകാറുള്ളത്. പക്ഷേ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മത്സരരംഗത്തേക്കുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചന നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. ശരി.